ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പി ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ ക്വിക്ക് സോർട്ടാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇത് KTU/MCA തേർഡ് സെമ്മിലുള്ള ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് അൽഗോറിതമിൽ വരുന്ന ഫസ്റ്റ് മോഡ്യൂളിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഓൾറെഡി 4 പാർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ ചെക്ക് ചെയ്യാം. സോ ക്വിക്ക് സോർട്ട് ഇതും ഡിവൈഡ് ആൻഡ് കോൺകർ മെത്തേഡിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതിൽ നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ ഡിവൈഡ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ സൊല്യൂഷന് കണ്ടുപിടിക്കാൻ പോകുന്നത്. ബട്ട് ഇത് മെർജ് സോർട്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആണ്. ആൻഡ് അതിനേക്കാളും എഫിഷ്യൻ്റ് ആയിട്ടുള്ള അൽഗോറിതമാണ് ക്വിക്ക് സോർട്ട്. ഇതിൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അറയിലുള്ള ഏതെങ്കിലും ഒരു എലമെൻറ്റിനെ എടുത്ത് പീവറ്റ് എലമെൻ്റായിട്ട് സെറ്റ് ചെയ്യും. പീവറ്റ് എലമെൻറ്റ് ഇത് തന്നെ വേണമെന്നില്ല. നമുക്ക് ഫസ്റ്റ് എലമെൻറ്റ് എടുക്കാം, ലാസ്റ്റ് എലമെൻറ്റ്, സെൻറ്ററിലുള്ളത്, അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ എവിടെയുള്ള എലമെൻറ്റ്സിനെ വേണമെങ്കിൽ നമുക്ക് ഇതായിട്ട് എടുക്കാം, പീവറ്റ് എലമെൻ്റായിട്ട് എടുക്കാം. എന്നിട്ട് ആ പീവേർട്ട് എലമെൻറ്റ്, ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഒരു പീവേർട്ട് എലമെൻറ്റ് എടുത്തു എന്ന് വയ്ക്കാം. പീവേർട്ട് എലമെൻറ്റ് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പീവേർട്ട് എലമെൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് ഉള്ളത് ഫുള്ളും പിവറ്റ് എലമെൻറ്റിനേക്കാളും ലെസർ വാല്യൂസ് ആയിരിക്കണം. ആൻഡ് പിവറ്റ് എലമെൻറ്റ് കഴിഞ്ഞിട്ടുള്ളത്, അതിൻ്റെ റൈറ്റ് സൈഡിലുള്ളത് പിവറ്റ് എലമെൻറ്റിനേക്കാളും ഗ്രേറ്റർ ദാൻ ഉള്ള വാല്യൂസ് ആയിരിക്കണം. ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്യണം. ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പിവറ്റ് എലമെൻറ്റിൻ്റെ പൊസിഷൻ കിട്ടും. ഇതായിരിക്കും പിവറ്റ് എലമെൻറ്റിൻ്റെ കറക്റ്റ് പൊസിഷൻ. ഇനി അതേപോലെ ഈ ലെഫ്റ്റ് സൈഡുള്ള സബ്ബറി നമ്മൾ എഗെയിൻ അതിൽ നിന്നോ ഒരു പിവറ്റ് എലമെൻറ്റ് എടുത്തിട്ട് അതിനെ റൈറ്റ് ലെഫ്റ്റ് അങ്ങനെ സെറ്റാക്കണം. അതേപോലെ റൈറ്റ് സൈഡിലുള്ളത് ഡിവൈഡ് ചെയ്തിട്ട് അതിനും റൈറ്റ് ലെഫ്റ്റ് സെറ്റാക്കിയിട്ട് ഒരു പിവറ്റ് എലമെൻറ്റ് എടുക്കണം. അതേപോലെ ഈ പ്രോസസ്സ് അങ്ങ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ പോകണം. എന്നിട്ട് നമുക്ക് ആ അറേനെ ഫർദറായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഡിവൈഡ് ഇൻ സച്ച് എ വേ ദാറ്റ് എലമെൻറ്റ്സ് ലെസ് ദൻ പീവേർട്ട് ഷുഡ് ബി ഇൻ ലെഫ്റ്റ് സൈഡ് ആൻഡ് ഗ്രേറ്റർ ദാൻ ഷുഡ് ബി ഇൻ റൈറ്റ് സൈഡ്. സെൻറ്ററിൽ പീവേർട്ട് എലമെൻ്റ് ആണെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളത് അതിനേക്കാളും ചെറിയ എലമെൻറ്റ്സും റൈറ്റ് സൈഡിലുള്ളത് അതിനേക്കാളും വലിയ എലമെൻറ്റ്സും ആയിരിക്കണം. ഞാൻ എക്സാമ്പിളിന് എടുത്തേക്കുന്നത് 7, 6, 10, 5, 9, 2, 1, 15, 7 ഈ ഒരു അറേ ആണ്. അപ്പോൾ ഈ അറേയിൽ ഞാനിപ്പോൾ പിവറ്റ് എലമെൻ്റ് ആയിട്ട് ഫസ്റ്റ് ഉള്ള എലമെൻറ്റിനെയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഉള്ള എലമെൻറ്റ് 7 ആണ്. അപ്പോൾ 7നെ പിവറ്റ് എലമെൻ്റ് ആയിട്ട് സെറ്റ് ചെയ്തു. ഇനി എൻ്റെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ 7നേക്കാളും ചെറിയ എലമെൻറ്റ്സ് ഒക്കെ എടുത്ത് 7ൻ്റെ ലെഫ്റ്റിലും അതിൻ്റെ വലിയ എലമെൻറ്റ്സ് ഒക്കെ എടുത്തിട്ട് അതിൻ്റെ റൈറ്റിൽ വെക്കാം. ഇതാണ് ടാസ്ക്. അപ്പോൾ ഇത് നമുക്ക് ഡിഫറെൻറ്റ് വേസിൽ ചെയ്യാൻ പറ്റും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എടുത്ത് വെക്കുന്ന എലമെൻറ്റ്സ് ഈ ഓർഡറിൽ തന്നെ വേണമെന്നില്ല. അതിന് നമുക്ക് ഡിഫറെൻറ്റ് അൽഗോറിതംസ് യൂസ് ചെയ്യാം. ആൻഡ് ഡിഫറെൻറ്റ് ലോജിക്സ് യൂസ് ചെയ്തിട്ട് ഏത് ഓർഡറിൽ വേണമെങ്കിലും വെക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു അറേ എടുക്കുമ്പോൾ ഇതിൽ 7, 6, 10, 5, 9, 2, 1, 15, 7 അല്ലേ. 7നെ ഞാൻ പിവറ്റ് എലമെൻ്റ് ആയിട്ട് എടുക്കുമ്പോൾ 7നേക്കാളും ചെറിയ നമ്പേഴ്സാണ് 6, 5, 2, 1, 7 ഒക്കെ. അതെനിക്ക് 6, 5, 2, 1, 7 ഈ ഒരു ഓർഡറിൽ തന്നെ വെക്കണമെന്നില്ല. 5, 2, 6, 7, 1 പിന്നെ 2, 6, 1, 7 ഇങ്ങനെ ഡിഫറെൻറ്റ് ഓർഡേഴ്സിൽ എനിക്ക് വെക്കാൻ പറ്റും. അത് നമ്മൾ യൂസ് ചെയ്യുന്ന ലോജിക് ബേസ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൽ ഒരു ലോജിക്കാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മെത്തേഡ്സ് അറിയാമെങ്കിൽ അതും കൂടി യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് വേറെ 2 വേരിയബിൾസാണ് ആവശ്യമുള്ളത്, സ്റ്റാർട്ടും എൻഡും. സ്റ്റാർട്ട് എന്ന് പറയുന്നത് ഈ അറയിലെ ഫസ്റ്റ് എലമെൻറ്റിനെ പോയിൻ്റ് ചെയ്യും. എൻഡ് എന്ന് പറയുന്നത് അറയിലെ ലാസ്റ്റ് എലമെൻറ്റിനെ പോയിൻ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പിവറ്റ് എലമെൻറ്റ്സ് സെറ്റാക്കിയില്ലേ, പിവറ്റ് എലമെൻറ്റ് 7 ആണ്. ഇനി ഈ സ്റ്റാർട്ടിലും എൻഡിലും ഉള്ള എലമെൻറ്റ്സിനെ ഈ പിവറ്റ് എലമെൻറ്റായിട്ട് കമ്പയർ ചെയ്യണം. ആദ്യം സ്റ്റാർട്ട് എടുക്കാം. സ്റ്റാർട്ട് പിവറ്റ് എലമെൻറ്റിനേക്കാളും ലെസ്സർ ആണോ ഈക്വൽ ആണോ എന്ന് നോക്കണം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ സ്റ്റാർട്ടിൻ്റെ വാല്യൂ നമ്മൾ 1 വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്ത് നെക്സ്റ്റ് പൊസിഷനിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് സ്റ്റാർട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യാനുള്ള റൂൾസ്. അപ്പോൾ സ്റ്റാർട്ടിലുള്ള ആ ഒരു എലമെൻറ്റ് പിവറ്റിനേക്കാളും ലെസ്സർ ഓർ ഈക്വൽ ആണെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിനെ ഇൻക്രിമെൻറ്റ് ചെയ്ത് പോവാം. അങ്ങനെ അത് ഫോൾസ് ആവുന്നത് വരെ അതിനെ നമുക്ക് ഇൻക്രിമെൻ്റ് ആവും. വൺസ് അത് ഫോൾസ് ആയാൽ അവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ട് എൻഡിലോട്ട് വരാം. എൻഡിലുള്ള എലമെൻറ്റ് പിവറ്റിനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ എൻഡിനെ നമ്മൾ ഡിക്രിമെൻറ്റ് ചെയ്ത് വരണം. അത് ഫോൾസ് ആവുമ്പോൾ നമുക്ക് അവിടെ വെച്ച് നിർത്താം. എന്നിട്ട് എൻഡിനെയും സ്റ്റാർട്ടിനെയും സ്വാപ്പ് ആക്കാം. ഓക്കെ, ഇത് ചെയ്യുന്നത് സ്റ്റാർട്ട് ലെസ് ദാൻ എൻഡ് ആയിരിക്കണം. സ്റ്റാർട്ട് ലെസ് ദാൻ എൻഡ് ആകുമ്പോഴാണ് ഈ ഒരു സ്വാപ്പിംഗ് നമ്മൾ ചെയ്യുന്നത്. സപ്പോസ് സ്റ്റാർട്ട് ഗ്രേറ്റർ ദാൻ എൻഡ് ആവുകയാണ് എങ്കിൽ അവിടെ വെച്ച് നിർത്തിയിട്ട് എൻഡിനെയും പിവറ്റ് എലമെൻറ്റിനെയും നമ്മൾ സ്വാപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് പിവറ്റ് എലമെൻറ്റ് സെറ്റാവും. അതേപോലെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് നമ്മൾ എഗെയിൻ പിവറ്റ് എലമെൻറ്റ് സെറ്റാക്കിയിട്ട് ഇങ്ങനെ ഈ പ്രോസസ്സ് കണ്ടിന്യൂസ് ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഈ ഒരു അറേ എടുക്കുമ്പോൾ 7 അല്ലേ നമ്മൾ പിവറ്റ് എലമെൻ്റ് ആയിട്ട് സെറ്റ് ചെയ്തത്. അപ്പോൾ ആദ്യം സ്റ്റാർട്ട് നോക്കാം. 7 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7 കണ്ടീഷൻ ട്രൂ. അപ്പോൾ സ്റ്റാർട്ട് ചേഞ്ച് ചെയ്തു 6ലോട്ട് വന്നു. 6 ലെസ് ദാൻ 7 കണ്ടീഷൻ ട്രൂ. അപ്പോൾ സ്റ്റാർട്ട് പിന്നെ ഇൻക്രിമെൻറ്റ് ചെയ്ത് 10ലോട്ട് വന്നു. 10 ലെസ് ദാൻ 7 കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ഇവിടെ വെച്ച് നിർത്തുക. ഇപ്പോൾ നമ്മളുടെ സ്റ്റാർട്ടുള്ളത് ഈ
ടെന്നിലാണ് സ്റ്റാർട്ട് നിൽക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ എൻഡ് നോക്കണം. എൻഡ് എടുക്കുമ്പോൾ എൻഡ് എലമെൻറ്റ് ഗ്രേറ്റർ ദാൻ പിവറ്റ് എലമെൻ്റ് ആണെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ഈ എൻഡിലിപ്പോൾ ഉള്ളത് 7 ആണ്. 7 ഗ്രേറ്റർ ദാൻ 7 ആണോ, കണ്ടീഷൻ ഫാൾസ് ആണ്. അപ്പോൾ നമുക്ക് അതിനെ മൂവ് ചെയ്യേണ്ട, അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് ഈ 10നെയും ഈ ഒരു 7നെയും നമ്മൾ സ്വാപ്പ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ സ്വാപ്പ് ചെയ്ത അറയാണിത്. 7 6 7 5 9 2 1 15 10 ഇതാണ് സ്വാപ്പ് ചെയ്ത അറേ. ഇപ്പോൾ നമ്മളുടെ സ്റ്റാർട്ടുള്ളത് ഈ 7ലും എൻഡ് ഉള്ളത് ഈ 10ലാണ്. എഗെയിൻ സ്റ്റാർട്ടിനെ നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഉള്ളത് 5 ആണ്. 5 ലെസ് ദാൻ 7 കണ്ടീഷൻ ട്രൂ. അപ്പോൾ സ്റ്റാർട്ടിനെ ഇൻക്രിമെൻറ്റ് ചെയ്ത് ഇവിടെ വന്നു. 9 ആണ്. 9 ലെസ് ദാൻ 7 കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പോൾ നമ്മളുടെ സ്റ്റാർട്ട് ഇപ്പോൾ നിൽക്കുന്നത് 9ലാണ്. ഓക്കെ, കണ്ടീഷൻ ഫോൾസ് ആയി. അപ്പോൾ അവിടെയാണ് 9 നിൽക്കുന്നത്. ഇനി എൻഡ് നോക്കാം. സ്റ്റാർട്ടിനെ അവിടെ തന്നെ വെച്ചിട്ട് എൻഡ് നോക്കാം. നെക്സ്റ്റ് വൺ 15 ആണ്. 15 ഗ്രേറ്റർ ദാൻ 7 കണ്ടീഷൻ ട്രൂ. സോ എൻഡിനെ ഡിക്രിമെൻറ്റ് ചെയ്യണം. അപ്പോൾ 1ലോട്ട് വരും. 1 ഗ്രേറ്റർ ദാൻ 7 കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ ഈ 9ഉം 1ഉം നമ്മൾ സ്വാപ്പ് ചെയ്യണം. സ്റ്റാർട്ടും എൻഡും സ്വാപ്പ് ചെയ്യണം. അങ്ങനെ സ്വാപ്പ് ചെയ്തതാണ് ഈ ഒരു അറേ 7 6 7 5 1 2 9. ഇനി പിന്നെയും നോക്കണം. പിന്നെയും സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ഇപ്പോൾ ഉള്ളത് 1ലാണ്. സ്റ്റാർട്ട് 1ലാണുള്ളത്, എൻഡ് 9ലാണുള്ളത്. നെക്സ്റ്റ് നോക്കാം. 1 ലെസ് ദാൻ 7 കണ്ടീഷൻ ട്രൂ. അപ്പോൾ സ്റ്റാർട്ട് നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്യണം. അപ്പോൾ സ്റ്റാർട്ട് 2ലോട്ട് പോകും. ദെൻ 2 ലെസ് ദാൻ 7 കണ്ടീഷൻ ട്രൂ. അപ്പോൾ എഗെയിൻ സ്റ്റാർട്ടിന് ഇൻക്രിമെൻറ്റ് ചെയ്യണം. അപ്പോൾ സ്റ്റാർട്ടും എൻഡും ഇപ്പോൾ സെയിം പൊസിഷനിലോട്ട് വന്നു. 9 ലെസ് ദാൻ 7 കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പോൾ അവിടെ വെച്ച് നിർത്താം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സ്റ്റാർട്ടുള്ളത് ഈ ഒരു പൊസിഷനിലാണ്, 9ലാണ് സ്റ്റാർട്ട് നിൽക്കുന്നത്. ഇനി എൻഡ് നോക്കാം. എൻഡും 9ലാണ്, സ്റ്റാർട്ട് 9ലാണുള്ളത്. 9 ഗ്രേറ്റർ ദാൻ 7 കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ എൻഡിനെ ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്യാം. അപ്പോൾ എൻഡ് 2ലോട്ട് പോവും. 2 ഗ്രേറ്റർ ദാൻ 7 കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പോൾ ഇവിടെ വെച്ച് നിർത്താം. ഇപ്പോൾ നമ്മളുടെ സ്റ്റാർട്ട് എൻഡിനെ ക്രോസ് ചെയ്ത് പോയി. അപ്പോൾ ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ടും എൻഡും സ്വാപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഇൻസ്റ്റെഡ് എൻഡും പിവറ്റ് എലമെൻറ്റും നമ്മൾ സ്വാപ്പ് ചെയ്യണം. ഓക്കെ, പിവറ്റ് എലമെൻറ്റ് 7 ആണ്. ഫസ്റ്റ് എലമെൻറ്റാണ് നമ്മൾ പിവറ്റ് എലമെൻറ്റായിട്ട് കൺസിഡർ ചെയ്തത്. അപ്പോൾ 7ഉം എൻഡ് എവിടെയാണോ ഉള്ളത് അതിനെ നമ്മൾ സ്വാപ്പ് ചെയ്യണം. അപ്പോൾ 2 6 7 5 1 7 9 15 10 എന്ന് നമുക്കൊരു അറേ കിട്ടും. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ പിവറ്റ് എലമെൻറ്റ് കറക്റ്റ് അതിൻ്റെ പൊസിഷനിൽ പോയി. ഇപ്പോൾ പിവറ്റ് എലമെൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്കുവാണെങ്കിൽ അതിനേക്കാളും ചെറിയ എലമെൻറ്റ്സ് ഓർ അതിൻ്റെ ഈക്വൽ ആയിട്ടുള്ള എലമെൻറ്റ്സേ കാണത്തുള്ളൂ. 2 6 7 1 ഇതെല്ലാം 7നേക്കാളും ലെസർ ഓർ ഈക്വൽ വാല്യൂസാണ്. ഇനി അതിൻ്റെ റൈറ്റ് സൈഡ് എടുക്കുമ്പോൾ 9 15 10 അതിനേക്കാളും ഗ്രേറ്റർ എലമെൻറ്റ്സ് ആണ് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളത്. അപ്പോൾ ഇതാണ് ഈ 7ൻ്റെ കറക്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതേപോലെ നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് അടുത്ത സബ് അറേ, ഈ ഒരു അറേ എടുത്തിട്ട് സെയിം പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യണം. ഇതെടുത്തിട്ട് സെയിം പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യണം അൺടിൽ ഫർദർലി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുന്നത് വരെ ഇങ്ങനെ ചെയ്യണം. ഇത്രയേ ഉള്ളൂ ക്വിക്ക് സോർട്ട്. അപ്പോൾ ക്വിക്ക് സോർട്ടിൻ്റെ അൽഗോറിതത്തിലും 2 പാർട്സാണുള്ളത്. ഒരെണ്ണം നമ്മളിങ്ങനെ മൂവ് ചെയ്ത് എലമെൻറ്റ്സ് വെക്കുന്നത് പാർട്ടീഷനും, വേറെ ഒരെണ്ണം സോർട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ആദ്യം പാർട്ടീഷൻ്റെ നോക്കാം. പാർട്ടീഷനിൽ എ അറേയും ലോവും ഹൈ ആണ് പാസ് ചെയ്യുന്നത്. പിവറ്റ് എലമെൻറ്റ് ആദ്യം തന്നെ ലോ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ലോയിലുള്ള വാല്യൂസാണ് ഞാൻ ഇപ്പോൾ പിവട്ടായിട്ട് എടുക്കുന്നത്. പിന്നെ സ്റ്റാർട്ട് ലോ ആക്കി കൊടുത്തു, എൻഡ് ഹൈ ആക്കി കൊടുത്തു. ഇനി സ്റ്റാർട്ട് ലെസ് ദാൻ എൻഡ് ആവുന്നത് വരെ എനിക്ക് ഈ ഒരു ഇതുവരെ ഉള്ളത് വർക്കാവണം. സ്റ്റാർട്ട് ലെസ് ദാൻ എൻഡ് ആവുന്നത് വരെ. അപ്പോൾ ആദ്യം എ ഓഫ് സ്റ്റാർട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പിവട്ട് ആണെങ്കിൽ സ്റ്റാർട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യണം. ദെൻ എ ഓഫ് എൻഡ് ആണ് ഇവിടെ. എ ഓഫ് എൻഡ് ഗ്രേറ്റർ ദാൻ പിവട്ട് ആണെങ്കിൽ എൻഡ് ഡിക്രിമെൻറ്റ് ചെയ്യണം. ഇത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് നമുക്കിത് മൂവ് ചെയ്യാൻ പറ്റാത്ത ഒരു പൊസിഷനിലോട്ട് വരും ഈ 2 വൈൽ ലൂപ്പ് കഴിയുമ്പോൾ. അങ്ങനെ ആവുന്ന കേസിൽ സ്റ്റാർട്ട് ലെസ് ദാൻ എൻഡ് ആണെങ്കിൽ നമ്മൾ ഇത് രണ്ടിനെയും സ്വാപ്പ് ചെയ്യുന്നു. സ്വാപ്പ് ഇ ഓഫ് സ്റ്റാർട്ട് ഇ ഓഫ് എൻഡ്. അതോടെ ഈ ഒരു വൈൽ ലൂപ്പ് കഴിഞ്ഞു. ഇത് നമ്മൾ സ്റ്റാർട്ട് ലെസ് ദാൻ എൻഡ് ആവുമ്പോൾ ചെയ്യുന്ന വൈൽ ലൂപ്പാണ്. ഇനി അല്ലാത്ത കേസിൽ എന്താവും, സ്റ്റാർട്ട് എൻഡിനേക്കാളും ഗ്രേറ്റർ ആവും. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ലോ ആണ് നമ്മൾ പിവട്ട് എലമെൻ്റായിട്ട് എടുത്തത്. അപ്പോൾ അതും എൻഡിലുള്ള എലമെൻറ്റും സ്വാപ്പ് ചെയ്യുന്നു. എന്നിട്ട് ഇതിൻ്റെ റിസൾട്ട് നമ്മൾ റിട്ടേൺ ചെയ്യുന്നു. ഇതാണ് പാർട്ടീഷൻ. ഇനി ക്വിക്ക് സോർട്ടിൻ്റെ പാർട്ടാണ്. ക്വിക്ക് സോർട്ട് ഓഫ് ഇതിലും എ ആണ് പാസ് ചെയ്യുന്ന അറേ, ലോ ഹൈ പാസ് ചെയ്യുന്നുണ്ട്. ലോ ലെസ് ദാൻ ഹൈ ആണെങ്കിൽ ലോക്ക് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ സെറ്റ് ആക്കുക. ലോക്ക് ഈക്വൽ ടു പാർട്ടീഷൻ ഓഫ് എ കോമ ലോ കോമ ഹൈ. അപ്പോൾ പാർട്ടീഷൻ ഓഫ് എ കോമ ലോ കോമ ഹൈ എന്ന് പറയുമ്പോൾ എയും ലോ വാല്യൂ ഹൈ വാല്യൂ നമ്മൾ ഈ ഒരു അൽഗോറിതത്തിലോട്ടാണ് പാസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അതിന് ക്വിക്ക് സോർട്ട് വിളിക്കുന്നു. ക്വിക്ക് സോർട്ട് ഓഫ് എ കോമ ലോക്ക് -1. ഇതിൽ നിന്ന് നമുക്ക് ഒരു വേരിയബിൾ കിട്ടത്തില്ല. ഇതിൽ നിന്ന് നമുക്ക്
റിട്ടേൺ കിട്ടുന്നത് പിവറ്റ് എലമെൻറ്റിൻ്റെ പൊസിഷൻ ആയിരിക്കും. അപ്പോൾ ക്വിക്ക് സോർട്ട് ഓഫ് എ കോമ ലോ കോമ ആ ഒരു പൊസിഷൻ്റെ മൈനസ്, അതായത് ലെഫ്റ്റ് പാർട്ടുള്ള അറയാണ് ഈ ഫസ്റ്റ് ക്വിക്ക് സോർട്ട് വിളിക്കുന്നത്. സെക്കൻഡ് ക്വിക്ക് സോർട്ട് വിളിക്കുന്നത് ആ പിവറ്റ് എലമെൻറ്റിൻ്റെ റൈറ്റ് സൈഡ് ഉള്ളതായിരിക്കും. ഇതിങ്ങനെ റിക്കേഴ്സീവ്ലി കോൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഇത്രേ ഉള്ളൂ ക്വിക്ക് സോർട്ടിൻ്റെ അൽഗോരിതം. ആൻഡ് ഇതിൻ്റെ വേർസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഓർഡർ ഓഫ് n സ്ക്വയർ ആണ്. വേർസ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റി. പിന്നെ ബെസ്റ്റ് ആൻഡ് ആവറേജ് കേസ് ഓർഡർ ഓഫ് n log n. അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്വിക്ക് സോർട്ട്. ഇനി മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്